ഒഡീഷയിൽ ട്രെയിൻ പാളം തെറ്റിയുള്ള അപകടത്തിൽ 7 പേർക്ക് പരിക്കെന്നുള്ള വിവരം വരുന്നു. ബംഗളൂരു കാമാഖ്യ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിന്റെ 11 AC കോച്ചുകളാണ് പാളം തെറ്റിയത്. 3 ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടിട്ടുണ്ട്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം വിനീത വിജിയുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. വിനീത, ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഗുരുതരമായ പരിക്കാണോ? മറ്റു വിശദാംശങ്ങൾ ഏറ്റവും ഒടുവിലായി നമുക്ക് ലഭിക്കുന്നത് എന്താണ്? കീർത്തന, നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 7 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങൾ അടക്കം ഉറപ്പാക്കണമെന്ന് റെയിൽവേ തന്നെ അറിയിച്ചിട്ടുമുണ്ട്. ഇതിനോടകം തന്നെ 3 ട്രെയിനുകൾ വഴിതിരിച്ചു വിട്ടിട്ടുണ്ടെന്നും അറിയാൻ കഴിയുന്നുണ്ട്. അതായത് ധൗലി എക്സ്പ്രസ്, നീലാചൽ എക്സ്പ്രസ്, ഒപ്പം പുരാലിയ എക്സ്പ്രസ് എന്നിങ്ങനെയുള്ള 3 ട്രെയിനുകളാണ് വഴിതിരിച്ചു വിട്ടിരിക്കുന്നത്. അസമിലെ ഗുവാഹത്തിയിലേക്കുള്ള കാമാഖ്യ എക്സ്പ്രസ് ആണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഇതിന്റെ 11 ബോഗികൾ പാളം തെറ്റുകയായിരുന്നു. AC കോച്ചുകളാണ് പാളം തെറ്റിയതെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു ആദ്യഘട്ടത്തിൽ ഈ പരിക്കേറ്റവരെയൊക്കെ ആശുപത്രിയിലേക്ക് എത്തിക്കുക, ഒപ്പം തന്നെ വീണ്ടും ഈ മറ്റ് ട്രെയിനുകൾ പാളത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്, അത് സ്റ്റേഷനുകളിലേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയായിട്ടുള്ള മറ്റ് നിയന്ത്രണങ്ങളൊക്കെ അടക്കം കൊണ്ടുവരിക, ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം മാത്രം ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ഈ അപകടത്തിന്റെ കാരണം ഉൾപ്പെടെയുള്ള സംഭവങ്ങളിലേക്ക് കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകുമെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ 7 പേരെയും ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് വലിയ ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയൊരു ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള രീതിയിലേക്കൊന്നും തന്നെ നിലവിൽ ആരുടെയും പരിക്കുകളില്ല എന്നാണ് റെയിൽവേ അധികൃതർ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. അതിൽ വലിയ രീതിയിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നും പറയുന്നുണ്ട്. യാത്രക്കാരെല്ലാം സുരക്ഷിതർ തന്നെയാണെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. കീർത്തന, ശരി. എന്തായാലും പരിക്കേറ്റവരുടെ ആരോഗ്യനില അത്ര ഗുരുതരമല്ല എന്നുള്ളൊരു ആശ്വാസകരമായ വാർത്തയാണ്. ബാക്കി അന്വേഷണമൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനും അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവും. അപ്പോൾ അത് വരും വഴി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. വിനീത വിജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.